നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ കേസെടുത്ത പോലീസ്. ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന നാട്ടുകാരുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഗോപൻ സ്വാമി ആരോഗ്യ പ്രശ്നങ്ങളാൽ കിടപ്പിലായിരുന്നു എന്ന് അയൽവാസികൾ മൊഴി നൽകി. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ, ഈ കാണാനില്ല എന്ന പരാതിയിലാണോ പോലീസ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഈ സംഭവം ഉണ്ടായി 2 ദിവസം ആയിട്ട് പോലും മറ്റ് ബന്ധുക്കളോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഒന്നും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നില്ല. ഇതിൽ ഒരു ദുരൂഹത ആദ്യം തിരിച്ചറിഞ്ഞ നാട്ടുകാർ തന്നെയാണ് ഇന്നലെ വൈകിട്ട് പോലീസിൽ പരാതി നൽകിയത്. നെയ്യാറ്റിൻകര പോലീസിൽ ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന് കാട്ടിയ അയൽവാസികളടക്കമുള്ളവരാണ് പോലീസിൽ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പരാതി നൽകിയ അയൽവാസികളുടേതുൾപ്പെടെ ചില നാട്ടുകാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം മകൻ നൽകിയ മൊഴിയും മകൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞതും ഗോപൻ സ്വാമി സമാധിയാകുമെന്ന് അറിയിച്ച് ഈ ധ്യാനമിരിക്കുന്ന സ്ഥലത്ത് പോയി 11:30 മണിക്ക് സ്വയം സമാധിയാകുകയും അതിനുശേഷം താൻ കർമ്മങ്ങൾ ചെയ്ത് മറവ് ചെയ്തു എന്നുമാണ് മകന്റെ വാദം. പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ 6 മാസമായി ഗോപൻ സ്വാമി കിടപ്പിലായിരുന്നു. പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് ഗോപൻ സ്വാമി. അതുകൊണ്ട് തന്നെ 6 മാസമായി അദ്ദേഹം പുറത്തിറങ്ങി നടന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് അയൽവാസികൾ ഇന്നലെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ആ മൊഴി തന്നെയാണ് പോലീസിലും നൽകിയിട്ടുള്ളത്. പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നിരവധിയായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളായിരുന്നു. 78 വയസ്സ് പ്രായമുണ്ട്. പുറത്തിറങ്ങി നടക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് നടന്നു പോയി ഈ സ്ഥലത്ത് സമാധിയാകുന്നു എന്നുള്ള കാര്യമാണ് പോലീസിലും അയൽവാസികൾ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇളയ മകനാണ് ഇക്കാര്യത്തിലുള്ള കർമ്മങ്ങളും സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കുള്ള നടപടികളും ഒക്കെ ചെയ്തത്. ഇളയ മകൻ തന്നെയാണ്, അത് രാജസേനൻ എന്ന് പറയുന്ന ഇളയ മകൻ തന്നെയാണ് ഇക്കാര്യത്തിൽ പുറത്ത് മാധ്യമങ്ങളോടും പോലീസിലും ഒക്കെ ഇക്കാര്യത്തിൽ ഇത് അച്ഛൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അച്ഛൻ സ്വയം സമാധിയാകുമെന്ന് പറഞ്ഞ സമയത്ത് സമാധിയാകുകയാണ് ഉണ്ടായതെന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ അത് ആ അർത്ഥത്തിൽ പൂർണ്ണമായും നാട്ടുകാർ ഉൾപ്പെടെ അംഗീകരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കിടപ്പിലായിരുന്നു കഴിഞ്ഞ 6 മാസമായി. അങ്ങനെ ഒരാൾ എങ്ങനെ നടന്ന് ഈ സ്ഥലത്തേക്ക് പോയി? ഈ വീട്ടിൽ നിന്ന് ഈ സമാധിയായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു 100 മീറ്ററെങ്കിലും ഉണ്ട്. ആ ദൂരത്തേക്ക് അങ്ങനെ അദ്ദേഹം പോയി ഈ സമാധി ആയി എന്ന് പറയാൻ കഴിയില്ല എന്ന തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ അയൽവാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അത് സംബന്ധിച്ചായിരിക്കും പോലീസിന്റെ പ്രധാനമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുക. ഈ മരണം എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും. മറ്റൊന്ന്, ഇക്കാര്യത്തിലുള്ള ഒരു ദുരൂഹത നീക്കണം, അതായത് കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നെയ്യാറ്റിൻകര പോലീസ് കളക്ടർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളും എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടുകാരൊക്കെ ഉൾപ്പെടെ ശക്തമായി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ കൂടി ഇതിലൊരു വ്യാപകമായിട്ടുള്ള അന്വേഷണം, അതിന്റെ നടപടികളൊക്കെ കളക്ടറുടേത് ഉൾപ്പെടെ വരേണ്ടതുണ്ട്. അതും പെട്ടെന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമാധി ഇരിക്കുന്ന കല്ലറ ഉൾപ്പെടെ പൊളിച്ച് പോലീസിന് പരിശോധന നടത്തേണ്ടി വരും. അത്തരം ഒരു നടപടികളിലേക്ക് പോകുമെന്ന സൂചന നൽകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, അർജുൻ രാജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.